ആയിട്ട് ഇയാൾ നിലത്ത് നിന്ന് ചാടിയാൽ പോകരുത്. പോയാൽ തീർന്ന് കാണുന്നവരെല്ലാം കടിച്ചങ്ങ് തിന്നു. തൊലിയൊക്കെ ഇരിക്കുന്ന നോക്കിയോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഷാർജയിൽ നിന്നും അബുദാബിയിലുള്ള സൂയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അലൈൻ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പപ്പായും അമ്മയും ഞാനും ഇച്ചായും കൊച്ചുങ്ങളും. സത്യം പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വിജൃംഭിച്ച് കിടക്കുന്നോണക്കാണ് കേട്ടോ. ആദ്യം നമ്മൾ പാർക്കിങ്ങിനൊക്കെ കാണാതെ കുറേ ഓടിച്ചു പോയി. കുറച്ച് ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ എത്തത്തുള്ളൂ കേട്ടോ. വൈഡായിട്ട് കിടക്കുന്ന പാർക്കിംഗ്, ഭയങ്കര പാർക്കിംഗ്, വലിയ പാർക്കിംഗ് ഏരിയ അല്ലേ. അല്ലേ 6:30 ആയപ്പോൾ ഇറങ്ങിയതാ. ഇച്ച അതെ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതൊരു ലെങ്ത് ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. കാര്യം നമ്മൾ എത്ര കണ്ടാലും മതിവരാത്ത അത്ര കാഴ്ചകളായിരുന്നു ഇവിടെ. അപ്പം ഞാനിത് പാർട്ടായിട്ടാണ് കേട്ടോ ഇടുന്നത്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ സൂയിൽ പോയൊരു ഫീല് വരും കേട്ടോ. കള്ളിമുള്ളിച്ചെടി ഉണ്ടോ ഭീമാകാരമായിട്ട് എനിക്കൊരു മരത്തിൻ്റെ അത്രയുണ്ട്. കറ്റാർ വാഴയാണോ ഇത്? എന്തോ മുള്ളിയെടി. ആ, ഇത് കറ്റാർ വാഴയാണല്ലേ താഴെ ഇപ്പം നട്ടിട്ടേ ഉള്ളത്. അപ്പം അതും കറ്റാർ വാഴ തന്നെ സംഭവം. ആ, അത് നോക്ക് സങ്കടമായ പൂ ഒഴിഞ്ഞ് കിടക്കുന്നു. ഇങ്ങോട്ട് വാ മോളെ, ഇങ്ങോട്ട് വന്നേ. വാ കൈ പിടിക്ക വാ. ആ വാ കൂട്ട കൈ പിടി വാ. അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഡോൾഫിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ കേട്ടോ. പക്ഷേ ഇത് സ്റ്റാർട്ടിങ്ങിൽ അത് കാണാൻ പറ്റത്തുള്ളൂ, പിന്നെ അത് കാണാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ച തിരക്കിയപ്പം. ഇനിയിപ്പോൾ കാണാൻ പറ്റുമോയെന്ന് അറിഞ്ഞില്ല. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 6:30 ഇറങ്ങി തന്നെ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കാണാൻ പറ്റുമോയെന്ന് അറിഞ്ഞില്ല കേട്ടോ. ഡോൾഫിനെ കാണാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഡാൻസ് സ്റ്റാർട്ടിങ് ടൈമിലാണെന്ന് പറഞ്ഞു. അത് ഇനിയിപ്പോൾ കാണാൻ പറ്റുമോ ലേറ്റായോന്നൊന്നും അറിയാനും വയ്യ. പിന്നെ ഇപ്പിച്ച് കിടക്കുക ഇതിനകത്ത് എന്തുവാ എവിടെയാ എല്ലാം തപ്പി പിടിക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ഇച്ചാ വരുന്നുണ്ട്. ബാ ഇവാ അപ്പായുടെ കൈപ്പിടി. അലൈൻ സൂം ഇത് ഫുള്ളായിട്ട് കണ്ടിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ വന്നത് ജനുവരി മാസത്തിലായിരുന്നു കേട്ടോ. അതായത് ഭയങ്കര ചൂട് വരുന്ന സമയമൊന്നും ആയില്ലായിരുന്നു. പക്ഷേ ഈ വെയിലിൻ്റെ ഒരു ഇത് അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോകാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം എല്ലാം കരുതിയിട്ട് വേണം പോകാൻ കേട്ടോ. ആദ്യം നമ്മൾ നടക്കുമ്പോൾ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത പോലെ തോന്നും. നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കും തോറുമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ കാഴ്ചകളൊക്കെ വരുന്നത്. പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ സൂവിന്റെ കണക്കായിരിക്കുമോ ഇവിടെ എന്നൊക്കെ. എന്നാൽ പിന്നെ വരുന്നതിന് മുമ്പ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ, അതുമില്ല. നമ്മൾ ആ എൻട്രൻസിന്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നതിന് ശേഷം ഇവിടെ ഒരു ചെക്കിംഗ് ടിക്കറ്റ് സ്കാൻ ചെയ്ത് വിടും അല്ലയോ. അങ്ങനെ ഞങ്ങളുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഞങ്ങൾ ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. ഓരോ തവണ അകത്തോട്ട് കയറുമ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിലോട്ട് പ്രവേശിച്ചു. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. സംഭവം കുറേ നടക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എത്തണമെങ്കിൽ. ഡോൾഫിൻ ഇല്ലാത്തടത്താണ് ഡോൾഫിന്റെ ഡാൻസ് കാണാൻ ഇത്ര ആവേശത്തോടെ 6:30 ആയപ്പോൾ ഇറങ്ങിയത്. പെൻഗിൻ. അപ്പൊ പേര് മാറിയോ അല്ലേ? പെൻഗിൻ ആയിരുന്നല്ലേ. നീ കണ്ടപ്പോ തോന്നി മലയാളിയാണ്. അവിടെ പോയിന്നോ ഈ വായിഷ? ഒരു ഫോട്ടോ എടുക്കട്ടല്ലോ. അവിടെ പോയിന്നോ? അതെന്തായാലും വേണമായിരിക്കും. ഇതാണോ അമ്മ പറഞ്ഞ സാമ്പാർ ജീരയുടെ കണക്കിരിക്കുന്ന സാധനം? പെൻഗിൻ ഡാൻസ് എവിടാ നോക്കട്ടോ. അപ്പൊ അത് കഴിഞ്ഞ അവസാനം വെള്ളവും കൂടി ചെല്ലുമ്പോ പെൻഗിനങ്ങ് പോവും. പെൻഗിന്റെ കാര്യത്തിലുള്ളവർക്കൊക്കെ അവധി ദിവസങ്ങളിൽ വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നടക്കാൻ വയ്യാത്തവർക്ക് ഇത് ഇതുപോലെ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്താൽ ഇപ്പൊ പോയില്ലേ അതിനകത്ത് കയറ്റി ഇവിടെ മൊത്തം കൊണ്ടുവന്ന് കാണിക്കും. ചീറ്റ റൺ സൂക്ക് ഗസ്റ്റ് സർവീസ് എക്സിറ്റ്. ഇത് ആ കല്ലിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ടോ? കണ്ടോ മോളെ?
വാലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പായി കാണിച്ചുതരാം. നോക്കി ഇതെന്തോ സംഭവം ഇത്? ഹൈനാടെ ഹൈന എന്താ വരുന്നു കണ്ടിട്ട് പേടിയാവുന്നു. ലിയോ സിനിമയ്ക്കകത്തുള്ളത്. അയ്യോ നോക്കിയതേ അടുത്തത്. ഇറങ്ങടാ. ഇനി അടുത്ത നമ്മൾ എന്തോ നോക്കാം. ഇപ്പൊ നമ്മൾ കണ്ടത് ഇതിനെ. ജിറാഫ് ഉണ്ട് മോളെ, ജിറാഫ്. ജിറാഫ് വാ കൂട്ടാ, ഇങ്ങോട്ട് വാ മോള്. ഓ ജിറാഫ് ഇതോ നോക്കിയാൽ വെള്ളം കുടിക്കുന്നുണ്ട് അവിടെ. ഇനി വാ, വെള്ളമാണോ തീറ്റയാണോ എന്തോ. ഇനി വാ, ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ കാണാം. വായി വാ. ഇതെല്ലാം ജിറാഫിന്റെ ഏരിയയില്. ആഹാ, ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടുമല്ലോ. ഓ എന്തോ ഇത്, സൂപ്പർ. മൂന്നെണ്ണം അതിനകത്തുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഇത്രയും ഇങ്ങോട്ട് വേറെ കെട്ടിയിട്ടേക്കുവാണെന്ന് തോന്നുന്നില്ല. അതിനകത്ത് വേറെ പക്ഷികളാട്ടോ. ഇതുപോലെ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അതോ പുറത്തുനിന്ന് അല്ലാതെ വന്നിരിക്കുവാണോ? ആ നോക്കിയാ നടക്കുന്നു. നോക്കി നോക്കിയാ ഓ ആ വരുന്നു കണ്ടാ. പോയി. പുലിയല്ല മോളെ, അതൊരു പൂച്ചയാന്തോ. ആ മോളിലവിടെ ചിറകും മരിച്ചു. വിടും മോളെ, കഴുകൻ. ഫോട്ടോയിൽ കാണുന്നതാണ് ഇത്. ഈശ, ഇവ ആമയെ കണ്ട ഈശ? ഓ ഈശാനി ഇവിടെ കാണുവാന്നോ? ഓ വലിഞ്ഞു കയറി. ആ ലിസാർഡിന്റെ അപ്പുറത്ത് എന്തോ ഒരു ജീവി. അതുകൊണ്ട് പാൻറ് വിട്ട് കയ്യില്. കണ്ടോ ഇവ? ഇവ കണ്ടോ? ഇഷാനി ഉണ്ടോന്ന് വെച്ചാ സിംഹം. അത് നക്കി തിന്നുവല്ല, അത് നക്കി തുടയ്ക്കുവ. മേളിൽ കിടക്കുന്നുണ്ടോ? കണ്ടാ വേറെ സിംഹം കൂട്ടിനുണ്ടല്ലോ. അപ്പുറത്ത് കിടക്കുന്ന കണ്ടില്ലേ? അപ്പുറത്തുണ്ട്, രണ്ടെണ്ണം ഉണ്ട് മോളെ. ഉറക്കോ ബഹളം വെച്ച ചാടി വരുന്നു. അതാ ഇത്രയും പൊക്കത്തില്ല വാള് കെട്ടിയിരിക്കുന്ന, അറിയാമോ? ഇങ്ങോട്ട് വരുമ്പോൾ ചാടി കുഴിക്കകത്ത് വീഴണം. ഇത് മാത്രമല്ല, അവിടെയും കണ്ടോ ഹൈറ്റ്. ഇയാൾ നിലത്ത് നിന്ന് ചാടിയാൽ പോകരുത്. പോയാൽ തീർന്ന് കാണുന്നവരെല്ലാം കടിച്ചങ്ങ് തിന്നു. മൈസൂർ സൂ കറക്റ്റ് ഒന്നിനെ പോലും കൂട്ടിയിട്ടില്ല. ഇത് കണക്ക് വലിയ കുഴിക്കകത്ത് കുഴി കടന്ന് ആ അതും അവിടെ കിടക്കുന്നു.
ആ അതോടക്കുന്ന മോളെ വെള്ളക്കടുവ. വെള്ളക്കടുവ വെള്ളക്കടുവ. പക്ഷെ ഇതിനകത്ത് ഇവിടെ വെയിലടിക്കുന്നുണ്ട്, അത്ര എടുക്കാൻ പറ്റത്തില്ല. ഹായ് വിശാനി. സിംഹം ഓടിവാ സിംഹം. ഇവിടെ മോളെ ഇവിടെ കാണാൻ പറ്റത്തോളൂ. ഇനി വാ. സത്യത്തിൽ മുതലുള്ള ഇതിനകത്താണോ? ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ വെള്ളമൊക്കെ ഒഴുകി വരുന്ന എന്ത് ഭംഗിയാ. ദേ നമ്മുടെ മല. വെയില് കായുവാ കേട്ടോ. ആ കാണാൻ വയ്യല്ലേ. ഞാൻ മോളെ അമ്മി കാണിച്ചു തരാം. എടുക്കുന്നുണ്ടാണ് നമുക്ക് കാണാൻ പറ്റാൻ. അവിടെ അല്ല ഇവിടെ അകത്ത് പണി നടക്കുന്നമ്മേ. ഇത് നോക്കി അനങ്ങുന്നു, അതിന്റെ കാലൊക്കെ ഇട്ട് അനങ്ങുന്നുണ്ട് കേട്ടോ. അതിനകത്തോട്ട് വേറെ മുതലൊന്നുമില്ല, ഈ ഒരു മുതലേ ഉള്ളോ ചോദിച്ചാക്കത്. ഇതിപ്പോ വെള്ളത്തിന്റെ അടിയിലാട്ടോ. അതിന്റെ തല വേണ്ട മുകളിലുണ്ട്. അതിന്റെ തല താണ്ടേ, അതിന്റെ ബാക്കി ബോഡിഭാഗം വെള്ളത്തിന്റെ അടിയിലുണ്ട്. കണ്ട മോളെ മുതലേ. മൂമി അല്ലത് മുതലാ. അതിനകത്ത് മൂമി ഉണ്ടില്ലേ, അതാ മോള് കണ്ടുപിടിച്ചത്. ഇതോ പോന്നു ആ മുതലേ അങ്ങോട്ട് പോയി. ഇവിടെ അതിന്റെ അടിയിൽ കൂടെ പോന്നു കണ്ട. ഇവിടെ എന്റെ അമ്മേ, ഇതിന്റെ പേരെന്താ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിന്റെ കിടക്കുന്ന ആരാ നോക്ക്. ആണേ പാമ്പാണ് ആനെക്കൊണ്ടയോ. ഇതിന്റെ പേരൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലേ. നമ്മുടെ തിരുവനന്തപുരത്ത് സൂയിൽ എല്ലാത്തിന്റെ പേരിങ്ങനെ കാണത്തില്ല. എന്റെ ദൈവമേ, എന്റെ തല കാണുമ്പോ പേടിയാവുന്നു. ഗ്ലാസും പൊട്ടിച്ച് വരുമോന്ന് ഓർക്കും. തോണ്ട തല ഇരിക്കലാണ്. ഇതിന്റെ തൊലിയൊക്കെ ഇരിക്കണ നോക്കിയോ. നല്ല പോസായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരും, ഇപ്പുറത്തോട്ട് വരും. ഇറച്ചി എല്ലൊക്കെ അതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടോ, കിളി കുത്തുന്നുണ്ടോ. ആണ്ട് ഇതിന്റെ അടി കൂടെ പിടിച്ച, അടി കൂടെ പിടി. കിട്ടിയത്ര മതി. എന്തോ ഇത് പൊടിയായിരുന്നു.
മുതലുണ്ടോ? നിങ്ങൾക്ക് മുതലൊന്നുമില്ലല്ലോ. ഈ മുതല കല്ല എന്റെ കള്ളി എങ്ങനെയേ ഇല്ല കറുപ്പ് നമ്മൾ അവിടെ കണ്ടില്ലേ ഫെയില് നല്ല കറുപ്പ ഫെയില് കായോ മുതല ആഫ്രിക്കൻ ലൈൻ നല്ല വെള്ളമായിരുന്നു, മഞ്ഞ കളർന്ന വെള്ളം കണ്ടല്ലോ പിന്നെന്തോ കണ്ട മോള് സിമ്മ കണ്ട ലോഡൊക്കെ കണ്ടില്ല രണ്ടുപേര് എഴുന്നേക്കുന്ന ഈ ഷാനിക്കുട്ടൻ്റെ അടുത്ത് വരാൻ തെള്ളിക്കളയുന്നു. അത് വെണ്ണ മല നടന്നു. ഫസ്റ്റ് വന്നപ്പോൾ കണ്ട ഹൈനയാട്ടോ അത്. ഇതിന് നോട്ടം കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരത്തില്ല. വരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സ്പീഡിൽ അങ്ങനെ പോയോട് പോകണം എന്തോ. രണ്ടുപേരൂടെ അങ്ങോട്ട് പോവാ. കറ്റാർവാഴയൊക്കെ ശരിക്കും തഴച്ച് വളർന്ന് കിടക്കുന്നു കേട്ടോ ഇവിടെയൊക്കെ. ഇത്രയും വലിയ പൂ കറ്റാർവാഴയുടെ ആദ്യമായിട്ട് കാണാം. ഇത് പോകുന്ന രണ്ടുപേരൂടെ അവരങ്ങോട്ട് പോയി, എൻ്റെ കൂടെ വന്നവരെങ്ങോട്ടോ പോയി. ഓഹോ, നീ കറങ്ങി ഇവിടെ എത്തിയോ? അതാ. അയ്യോ, ഇലാഞ്ചിയുടെ കുരുവൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട്. ഇതിനകത്തൂടെ നോക്കണോ? വാച്ച് മീ റിവീലിംഗ് മൈ സീക്രട്സ്. അതായിരിക്കും സീക്രട്ട് എന്ന് പറഞ്ഞു. എത്തൂടെ ഇവ മാറ്, മമ്മി ഒന്ന് നോക്കട്ടെ.